നമസ്കാരം. പൊതുവേദിയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരത്ത് വീണ്ടും ഒരു യുവതിക്ക് നേരെ അതിക്രമം ഉണ്ടായിരിക്കുന്നു. ഇന്നലെ ഒരു സാഹിത്യ ഫെസ്റ്റ് കണ്ടതിന് ശേഷം മടങ്ങിപ്പോവുകയായിരുന്ന യുവതിക്ക് നേരെയാണ് അതിക്രമം ഉണ്ടായിരിക്കുന്നത്. ബൈക്കിലെത്തിയ രണ്ടംഗ സംഘമാണ് യുവതിയെ ആക്രമിച്ചത്. സ്ത്രീ സുരക്ഷ ഇങ്ങനെ മതിയോ എന്നാണ് പൊതുവേദി ഇന്ന് ചർച്ച ചെയ്യുന്നത്. സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് പ്രേക്ഷകർക്കും വിളിക്കാം. പൊതുവേദിയിലേക്ക് സ്വാഗതം. എന്നോടൊപ്പം ഇപ്പോൾ മഞ്ചേരിയിൽ നിന്ന് മുഹമ്മദ് ചേരുന്നു. മുഹമ്മദ്, എന്തുകൊണ്ടായിരിക്കാം അടിക്കടി ഇങ്ങനെ സ്ത്രീകൾക്ക് നേരെ അതിക്രമം നടക്കുന്നത്? നമ്മുടെ ആളുകൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സ്ത്രീകളുടെ ഒരു സുരക്ഷ വേണം എന്ന ചിന്ത പൊതുസമൂഹത്തിൽ കുറയുന്നുണ്ടോ? നമസ്കാരം സാറേ. നമസ്കാരം. പിന്നെ നമ്മളെ സ്ത്രീകൾക്ക് ഏറ്റവും അധിക സുരക്ഷ കൊടുക്കണം സർക്കാരും മറ്റുള്ള സംഘടനകളും ജനങ്ങളും. അതെ അതെ. പക്ഷെ ഇപ്പോ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ സംഭവങ്ങൾ ഉണ്ടാവുകയാണ്. ഇത് നഗരങ്ങളിലാണെന്ന് തോന്നുന്നില്ലേ കൂടുതലായും വരുന്നത്? ഈ മഞ്ചേരിയിലൊക്കെ ഇത്തരം സംഭവങ്ങൾ വളരെ കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ? മഞ്ചേരിയിൽ സാറേ ഇപ്പൊ അടുത്തൊന്നും ഇങ്ങനത്തെ ഒരു സംഭവങ്ങളൊന്നും കേൾക്കാനില്ല. അവിടെ നാട്ടുകാരൊക്കെ വളരെ സജീവമാണ്. ഇത്തരം കാര്യങ്ങളിലൊക്കെ ഉണ്ടായിട്ടില്ല. വലിയ ഗുണം അതുകൊണ്ട്. പക്ഷെ എനിക്ക് ഇനി ഒരു കാര്യം കൂടി പറയാനുള്ളത് സാറേ, ഇത് ഏതെങ്കിലും ഇങ്ങനെ സംഭവിച്ച ആരെ പലതും ഇപ്പൊ വാർത്തയിൽ അവരെ പിടിച്ചു ഇവരെ പിടിച്ചു മറ്റവരെ പിടിച്ചു എന്നൊക്കെ കണ്ടു. അതേപോലെ ഇനി ഇവരെ കിട്ടിയ ഇത് കോടതിയിൽ എത്തിച്ചാൽ അവരവിടുന്ന് കഴിച്ചിലായി പോരാതെ ഇരിക്കണം. ഭയങ്കര ശിക്ഷ കൊടുക്കണം അവർക്ക്. ശിക്ഷ കൊടുക്കണം. അതാണ് ഇത് തടയാനുള്ള ഏറ്റവും ഉചിതമായ മാർഗം. വളരെ നന്ദി ശ്രീ മുഹമ്മദ് ഞങ്ങളോടൊപ്പം ചേർന്നതിന്. ഇപ്പോൾ കോഴിക്കോട് നിന്നൊരു പ്രേക്ഷകൻ വിളിക്കുന്നു. ആരാണ് വിളിക്കുന്നത്? ശങ്കരൻ നമ്പൂതിരി. ശങ്കരൻ നമ്പൂതിരി, എന്ത് തോന്നുന്നു, എന്തുകൊണ്ടാണ് നമ്മുടെ തലസ്ഥാന നഗരിയിൽ പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് നേരെ ഇങ്ങനെ അതിക്രമം ഉണ്ടാകുന്നത്? സാറിന്റെ ചോദ്യം എന്തായിരുന്നു? അല്ല, ഞാൻ ചോദിക്കുന്നത് സുരക്ഷ ഇങ്ങനെ മതിയോന്നോ? സ്ത്രീ സുരക്ഷ പിണറായി വിജയയുടെ സർക്കാരിന്റെ കാലത്ത് ഇങ്ങനെ മതി സാറേ. പിണറായി സർക്കാരിന്റെ കാലത്ത് എല്ലാ നിയമങ്ങളും ഇങ്ങനെ മതി. ലഹരി കടത്തിയാലും സർക്കാരിന്റെ കുറ്റം അല്ല, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. പൊതുവെ സ്ത്രീകൾക്കെതിരെ ഇങ്ങനെ ഒരു ആക്രമണം നടക്കുമ്പോൾ അത് ഇത് ഉത്തർപ്രദേശിലാണെങ്കിൽ എന്താ സാറേ സ്ഥിതി? മദ്രാസിലാണ് എന്താ സ്ഥിതി? ഇവിടുന്ന് പോവൂലേ മേഡം സാറേ? അപ്പൊ അതുകൊണ്ട് കേരളത്തിലെ ഭരണം അങ്ങനെയാണുള്ളത്. നമ്മൾ ഉത്തരേന്ത്യയിലേക്ക് നോക്കി അവരെ കുറ്റം പറഞ്ഞിരിക്കുമ്പോൾ നമ്മുടെ സ്ത്രീകൾ ഇവിടെ തെരുവിൽ ആക്രമിക്കപ്പെടുന്നു, അല്ലെ? അങ്ങനെയാണ്. നമ്മുടെ സ്ത്രീകൾ ഇവിടെ ആക്രമിക്കപ്പെടുന്നല്ല, ഇവിടെ സ്ത്രീകൾ ആക്രമിക്കപ്പെടുകയും ചെയ്യുന്ന അവർക്ക് അന്നം കിട്ടാൻ സ്ഥിതിയാ കേരളത്തിലെ ഭരണം പോകുന്നത്. ഇപ്പൊ എന്താ പെട്രോളിനും ഡീസലിനും 2 രൂപ കൂട്ടിയെന്നല്ല. കേന്ദ്രത്തിലാണെങ്കിൽ ഇവിടെ പന്തം കൊടുത്തി പ്രകടന. കേന്ദ്ര ഗവൺമെന്റ് 40 പൈസ കൂട്ടിയാ പന്തം കൊടുത്തി പ്രകടന. ഇവിടെ എവിടെ ഡിവൈഎഫ്ഐ? എവിടെ സാഹിത്യകാരന്മാർ? എവിടെ സാംസ്കാരിക നായകന്മാർ? ഇവരെ കുറഞ്ഞാണോ? എല്ലാവരും ഒന്ന് ഉണർന്നെഴുന്നേക്കുമെന്ന് വിചാരിക്കാൻ നമ്മുടെ പൊതുവേദികൾ. വളരെ നന്ദി ശ്രീ ശ്രീധരൻ നമ്പൂതിരി കോഴിക്കോട് നിന്നും വിളിച്ചതിന്. ഇപ്പൊ കണ്ണദാസൻ പാലക്കാട് നിന്ന് വിളിക്കുന്നു. കണ്ണദാസൻ, ഈ സ്ത്രീകൾക്കെതിരെയുള്ള ഒരു അക്രമം ഇങ്ങനെ വർദ്ധിക്കുന്ന അത് ഏത് സാഹചര്യത്തിലാണെന്നാണ് കണ്ണദാസൻ കരുതുന്നത്? നമുക്ക് നിയമങ്ങൾ കുറെ കൂടെ കർക്കശമാകേണ്ടതുണ്ടോ? ഈ കുറ്റവാളികൾ രക്ഷപ്പെടുന്നു എന്നുള്ളൊരു തോന്നൽ അവർക്കുണ്ടോ? സാറ് പിന്നെ ലോക്നാഥ് ബെഹ്റ സാറ് 10 വർഷം DGP ആയിരുന്നു. ഇപ്പോ ലോക്നാഥ് ബെഹ്റ സാറേ ഹലോ 10 വർഷം DGP ആയിരുന്നു. ഇപ്പോ GR അനിൽ സാറാണ്. രണ്ടുപേരും നോർത്ത് ഇന്ത്യക്കാരാണ്. പക്ഷെ കേരളത്തിലെ കാര്യങ്ങൾ നോക്കണമെങ്കിൽ കേരളത്തിലെ സഫർ അലി ഖാൻ പോലുള്ള നല്ല നല്ല DGPമാരും DYFIക്കാരും വേണമെന്നാണ് അഭിപ്രായം. നല്ല കരുത്തനായ DGP വന്നാൽ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും എന്നാണ് കരുതുന്നത്, അല്ലേ? DGP നടപടി എടുക്കുമെന്നാണ് പറയുന്നത്. നമുക്കുള്ള DGP വളരെ സത്യസന്ധമായി അനിൽകാന്ത് നടപടി എടുക്കുന്ന ഒരാളാണ്. ഏതായാലും വളരെ നന്ദി കണ്ണദാസൻ പാലക്കാട് നിന്ന് ഞങ്ങളോടൊപ്പം ചേർന്ന് ഈ ചർച്ചയിൽ പങ്കെടുത്ത. അനിൽ ഇപ്പോൾ ചേരുന്ന. അനിൽ, ജിതിൻ എവിടെ നിന്നാണ് വിളിക്കുന്നത്? ജിതിൻ, ഹലോ ജിതിൻ കേൾക്കാമോ? ഞാൻ
എവിടെ നിന്ന് വിളിക്കുന്നു? പാലക്കാട് നിന്നാണോ? പാലക്കാട് എവിടെ നിന്നാ വിളിക്കുന്നത്? പാലക്കാട് ടൗണിൽ തന്നെയാണ്. ടൗണിലോ? സുൽത്താൻപേട്ട അല്ലേ? ടൗണിൽ തന്നെയാണ്. അതായത് ഇപ്പൊ നമ്മളിപ്പോ സ്ത്രീ സുരക്ഷ എന്നൊക്കെ പറയുമ്പോ ഇതില് സ്ത്രീ സുരക്ഷയ്ക്ക് നമ്മൾ പ്രധാനമായിട്ടും മുന്നിൽ നമ്മൾ നിർത്തേണ്ടത് പോലീസിനാണ്. പോലീസാണ് സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങളും തടയാൻ അവരാണ് ബാധ്യസ്ഥര്. എന്തുകൊണ്ട് അവര് ചെയ്യുന്നില്ല? അങ്ങനെ അതിൽ വീഴ്ച വരുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ എന്ത് നടപടി സ്വീകരിക്കുന്നു? ഇതൊക്കെയാണ് നമ്മൾ ഇതാണ്. ഇത് നമ്മളിപ്പോ പോലീസിനെ വിമർശിച്ച കേരളത്തെ വിമർശിക്കുന്ന പോലെ ആവുമോ എന്ന രീതിയിൽ പല മാധ്യമങ്ങളും പോലീസിനെ വിമർശിക്കാത്തത് കൊണ്ടും മാധ്യമ പ്രവർത്തകർക്കിടയിൽ ഈ രാഷ്ട്രീയവൽക്കരണം വന്നതുകൊണ്ടുമൊക്കെയാണ് അതിന്റെ എല്ലാം പരിണാമഫലമാണ് ഇന്ന് നമ്മൾ കേരളം അനുഭവിക്കുന്നത്. കാരണം നമ്മൾ വിമർശിക്കുക എന്ന് പറഞ്ഞാൽ അത് എന്തോ പോലീസ് വിമർശനം സർക്കാർ വിമർശിക്കുന്ന പോലെ ആവുമോ എന്നൊരു തെറ്റിദ്ധാരണ പൊതുവെ മാധ്യമ. വളരെ നന്ദി ജിതിൻ, ഞങ്ങളോടൊപ്പം ചേർന്ന് തങ്ങളുടെ അഭിപ്രായം പങ്കുവച്ചതിന്. അരൂരിൽ നിന്ന് റംല വിളിക്കുന്നു. റംല, ഈ സ്ത്രീകൾക്കെതിരെയുള്ള ഒരു ആക്രമണം എന്തുകൊണ്ടാണെന്നാണ് റംല കരുതുന്നത്? ഇത് നമ്മളുടെ സാറേ ഗുഡ് ഈവനിങ്. ഗുഡ് ആഫ്റ്റർനൂൺ. ഇത് എന്ന് വെച്ചാല് നമ്മുടെ സ്ത്രീകളുടെ സുരക്ഷ എന്ന് പറഞ്ഞാണല്ലോ ഈ സർക്കാർ വന്നത് തന്നെ അല്ലേ? അതെ അതെ. പല പല സ്ത്രീകളുടെ സുരക്ഷ ഊന്നി പറഞ്ഞുകൊണ്ടാണ് സർക്കാർ ഭരണത്തിലേക്ക് വന്നത്. പക്ഷെ ഓരോ ദിവസം ചെല്ലുന്തോറും ഓരോ സ്ത്രീകൾക്കും ഒരു സുരക്ഷയില്ലാത്ത രീതിയിലാണ് നമ്മളുടെ നഗര മാധ്യമത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അരൂരിലേക്ക് ഒരു സാഹചര്യം എങ്ങനെയാണ് റംല? അവിടെ സ്ത്രീകൾക്ക് സ്വതന്ത്രമായി നടക്കാൻ കഴിയുന്നുണ്ടോ? അരൂര് എന്ന് പറഞ്ഞാല് പ്രൈവറ്റ് ബസ് 5 മണി കഴിഞ്ഞാല് പ്രൈവറ്റ് ബസ്സിൽ നമുക്ക് യാത്ര ചെയ്യണമെങ്കിൽ തീർത്തും പുരുഷന്മാരെ ഉണ്ടാവുള്ളൂ. സ്ത്രീകൾക്കൊരു സീറ്റ് പോലും കിട്ടാറില്ല. സ്ത്രീകൾക്ക് സീറ്റ് സംവരണം ചെയ്യാറില്ലേ ഈ അരൂരിലെ ബസ്സുകളുണ്ട്? സംവരണമുണ്ട്. ഈ വെള്ളം അടിച്ച് വെളിവില്ലാതെ വരുന്ന ആൾക്കാര് സീറ്റ് കൈയടക്കി അവര് പ്രതികരിക്കുന്ന ഡ്രൈവറുടെ നേരെ ഓപ്പോസിറ്റുള്ള സീറ്റ് പോലും സ്ത്രീകൾക്ക് തരാറില്ല. അത് ശരി. അപ്പൊ ഇത് കണ്ടക്ടർമാരൊന്നും ഇതിലൊന്നും പറയുന്നില്ല? ഇപ്പൊ ഇങ്ങനെ മദ്യപിച്ചു വന്ന് സ്ത്രീകളുടെ സീറ്റിൽ കയറി ഇരിക്കുമ്പോ അരൂരിലെ? അതെ, കണ്ടക്ടർമാര് അവർക്കെതിരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടക്ടർമാർക്കെതിരെ കേസ് പോവുമല്ല, അവർക്കെതിരെ പരാതി പോകൂലേ? അതുകൊണ്ട് കണ്ടക്ടർമാര് പേടിച്ചിട്ട് മിണ്ടുന്നില്ല. അപ്പൊ സ്ത്രീകൾക്ക് മൊത്തത്തിൽ അവിടെ വലിയ പ്രതിസന്ധിയാണെന്നാണ് റംല പറയുന്നത് അല്ലേ? പുറത്തിറങ്ങി അങ്ങനെ നടക്കാൻ കഴിയുന്നില്ല. DGPമാര് തന്നെ വന്നെങ്കിലുള്ളൂ ഈ ഒരു കാര്യത്തിന് തീരുമാനം ഉണ്ടാവും. നമ്മുടെ ഈ വനിതാ പോലീസുകാരൊക്കെ പലയിടത്തും വിന്യസിച്ചിട്ടുണ്ടല്ലോ, പിങ്ക് പോലീസൊക്കെ. അവരൊക്കെ ഈ സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് എത്തുന്നുണ്ടോ റംല? സുരക്ഷയ്ക്ക് വനിതാ പോലീസുകാർ എത്തുന്നുണ്ട്. പക്ഷേ ഈ വനിതാ പോലീസുകാരും ഭയപ്പാടോടുകൂടിയല്ലേ വനിതാ പോലീസുകാർ നിൽക്കുന്നത് സാറേ, അല്ലേ? അപ്പൊ ഈ മദ്യപിച്ച് വരുന്നവരാണ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. കൂടുതൽ പ്രശ്നങ്ങൾ അവരാണ് നമുക്ക് ഒരു ഒട്ടും സുരക്ഷ അല്ലാത്ത രീതിയിലാണ് അവരുടെ ഒരു പെരുമാറ്റം. വനിതാ പോലീസുകാരടക്കമുള്ളവര് പേടിച്ചാണ് ഇന്ന് കഴിയുന്നത്. അവർക്കും അവരുടെ സുരക്ഷ നോക്കാതിരിക്കാൻ പറ്റുമോ? വനിതാ പോലീസാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അവർക്കും ഇപ്പൊ പല കാരണങ്ങളും നേരിടേണ്ടി വരുന്നില്ലേ നമ്മുടെ ചരിത്രം വെച്ച് നോക്കുവാണെങ്കിൽ? വനിതാ പോലീസിനും തന്നെ സുരക്ഷ ഇല്ല എന്നാണോ പറയുന്നത്? പോലീസ് സ്റ്റേഷനിൽ പോലും വനിതാ പോലീസുകാർക്ക് സുരക്ഷിതയില്ല. പോലീസ് സ്റ്റേഷനിൽ പോലും അവർക്ക് സുരക്ഷയില്ല. എന്ന ആൾക്കാര് സമൂഹത്തിലേക്ക് ഇറങ്ങിയിട്ട് സ്ത്രീകളെ എങ്ങനെ സുരക്ഷാ വലയത്തിൽ കൊണ്ടുനടക്കും എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നത് ഇത് ഈ സ്ത്രീകൾക്കെതിരെയുള്ള ഒരു കുറ്റകൃത്യം വർദ്ധിക്കുന്നതിനൊരു കാരണം ഈ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ അമ്മമാർ അവർക്ക് ഈ സ്ത്രീകളുടെ ഒരു പ്രാധാന്യത്തെ പറ്റിയും സമൂഹത്തിൽ അവരെ ബഹുമാനിക്കേണ്ടതിനെ പറ്റിയൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലേ റംലയ്ക്ക് എന്ത് തോന്നുന്നു? ശരിയാണ്. കുഞ്ഞിനെ നമ്മളിപ്പോ അംഗനവാടിയിലെ നഴ്സറി മുതലുള്ള ഇതില് നമ്മള് ഈ കുഞ്ഞുങ്ങൾക്ക് ആണാകട്ടെ പെണ്ണാകട്ടെ കുട്ടികൾക്ക് വേണ്ടുന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം അമ്മമാര് പറഞ്ഞു കൊടുക്കുമ്പോൾ ടീച്ചേഴ്സും അതുപോലെ മുതിർന്ന ആൾക്കാരും അവർക്ക് വേണ്ടുന്ന രീതി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാണെങ്കിൽ ഇത് ഏകദേശം കുറെ കാര്യങ്ങളൊക്കെ ഇതിന് വ്യത്യാസം വരും സാറേ. അതുപോലെ വേറൊരു കാര്യം, ഈ സ്ത്രീകളും കുറെയൊക്കെ പ്രതികരിക്കാൻ തയ്യാറാവണം. പല സ്ത്രീകളും പേടിച്ച് അവരെ പ്രതികരിക്കാതെ സഹിച്ച് അങ്ങനെ പോകുന്ന സാഹചര്യമൊക്കെ നമ്മൾ കാണുന്നുണ്ട് അല്ലേ? ഒരുപാട് സ്ത്രീകൾ സഹിച്ചും ക്ഷമിച്ചും പോകുന്നുണ്ട്. എന്താണ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ വീട്ടില് ഹസ്ബൻഡ് ഉണ്ടല്ലോ, കുട്ടികളുണ്ടല്ലോ, അവരെ നേരെ തിരിഞ്ഞാൽ എന്തായിരിക്കും വല്ല ആപത്ത് വരുന്നത്. അതുകൊണ്ട് എല്ലാം കടിച്ചു പിടിച്ച് ക്ഷമിക്കുകയാണ് ഈ സമൂഹത്തിലുള്ള സ്ത്രീകൾ 3/4 ഭാഗം. അല്ലാതെ സർക്കാരിൽ നിന്ന് ഒരു സംരക്ഷണമോ മറ്റുള്ള കാര്യങ്ങളോ ഇനി നമുക്ക് കിട്ടാൻ പോകുന്നെന്ന് തോന്നുന്നില്ല. ഈ പലയിടത്തും സ്ത്രീകൾ ആയോധന കലകളൊക്കെ പഠിച്ച് നല്ല രീതിയിൽ രംഗത്ത് വരുന്നുണ്ട്. കരാട്ടെ, മറ്റുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച് രംഗത്ത് വരുന്നുണ്ട്. കുറെ കൂടെ ആത്മവിശ്വാസത്തോടുകൂടി അവർക്ക് പുറത്തിറങ്ങാൻ വരുന്നുണ്ട് പുറത്തിറങ്ങാൻ പറ്റുന്നുണ്ട്. പക്ഷെ അതിന്റെ ഇടക്ക് ഇതിന് ഇതുപോലെയുള്ള പ്രശ്നങ്ങളാണല്ലോ സാറേ വരുന്നത്. വളരെ നന്ദി റംല, ഞങ്ങളോടൊപ്പം അവിടെ നിന്ന് ഈ ഇത്രയും കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. കാരണം ഇതൊക്കെ സ്ത്രീകളും ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കട്ടെ. പ്രതികരിക്കാൻ റംലയുടെ വാക്കുകൾ കേട്ട് കൂടുതൽ സ്ത്രീകൾ മുന്നോട്ട് വരട്ടെ എന്ന് ഞങ്ങളും ആഗ്രഹിക്കുകയാണ്. കൊല്ലത്ത് നിന്ന് രഘുനന്ദൻ കൂടി നമ്മളോടൊപ്പം ചേരുന്നു. രഘുനന്ദൻ, കൊല്ലത്തെ ഒരു സാഹചര്യം എന്താണ്? അവിടെ സ്ത്രീകളുടെ സുരക്ഷയൊക്കെ കാര്യമായി
ഒരു പരിഗണന അർഹിക്കുന്ന വിഷയമായി ഭരണകൂടവും പോലീസും ഒക്കെ ഏറ്റെടുക്കുന്നുണ്ടോ? കൊല്ലത്തെ എന്ന് വെച്ച് പ്രത്യേകിച്ചൊന്നുമില്ല. കാര്യം കേരളത്തിന്റെ മറ്റ് ജില്ലകളിൽ നടക്കുന്നത് പോലെയുള്ള അവസ്ഥ തന്നെയുള്ള തിരുവനന്തപുരത്തും കൊച്ചിയിലും ഒന്നും നടക്കുന്നത് പോലെ ഇല്ല അല്ലേ? അല്ല, പ്രത്യേകിച്ച് കൂടുതലായിട്ടൊന്നുമില്ല. എല്ലായിടത്തും നടക്കുന്നത് പോലെയുള്ള സംഭവങ്ങൾ ഇവിടെയും നടക്കാറുണ്ട്. പക്ഷെ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിദേശ രാജ്യങ്ങളിൽ നമ്മൾ പ്രത്യേകം അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അവിടെ ഇങ്ങനെയുള്ള സ്ത്രീകൾ ധൈര്യമായിട്ട് ഇറങ്ങി നടക്കുന്നു, രാത്രി പോലും നടക്കുന്നു. അവിടെ ധൈര്യമുണ്ട്. എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ നിയമം കർശനമാണ്. ഇവിടെ നിയമം കുറെ കൂടെ കർശനമാക്കണമെന്നാണ് രഘുനന്ദൻ പറയുന്നത്. ഇവിടെ ഈ രാഷ്ട്രീയ പാർട്ടി അത് എല്ലാവരുടെയും രാഷ്ട്രീയ പിൻബലം ഇവർക്കുണ്ട് എന്ന് തോന്നുന്നു. ഏതായാലും വളരെ നന്ദി രഘുനന്ദൻ കൊല്ലത്ത് നിന്ന് ഞങ്ങളോടൊപ്പം ചേർന്നതിന്. പാലക്കാട് നിന്ന് ബിന്ദു ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ബിന്ദു, എന്തു തോന്നുന്നു, എന്തുകൊണ്ടായിരിക്കാം സ്ത്രീകൾക്കെതിരെ ഇങ്ങനെ അക്രമം പെരുകുന്നത്? അല്ല സർ, ഞാനൊരു കാര്യം പറയട്ടെ. നമ്മുടെ അതായത് ഇന്ത്യയിൽ മൊത്തം സ്ത്രീകൾ സുരക്ഷിതരല്ല. അതായത് തക്കതായ ശിക്ഷ ഇല്ലാത്തതാണ് ഇതിന്റെ ഒന്നാമത്തെ കാരണം. നമ്മൾ എന്ത് ക്രൈം ചെയ്യുന്നു അതിനനുസരിച്ചിട്ടുള്ള ഒരു ശിക്ഷ നമ്മൾ ഈ ജയിലിലിടുക, പോലീസ് പിടിക്കുക, ജയിലിലിടുക. പിന്നെ അവർക്കറിയാം ഇത്രയേ ഉള്ളൂ, എന്ത് തെറ്റ് ചെയ്താലും പെറ്റി ഒഫൻസ് അങ്ങ് ചാർജ് ചെയ്ത് അവരങ്ങ് സുഖമായി 100-500 ഫൈൻ അടിച്ച് ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമാണ് അല്ലേ? ഇത്രേ ഉള്ളൂ എന്നുള്ളൊരു വിചാരം എല്ലാവരിലും ഉണ്ട്. നമ്മൾ വിദേശ രാജ്യങ്ങളിലൊക്കെ നടക്കുന്നത് പോലെ ചെയ്ത തെറ്റിന് ഉടനടി ശിക്ഷ കൊടുക്കുന്ന ഒരു നിയമം ഇന്ത്യയിൽ ഇല്ലാത്തിടത്തോളം കാലം ഈ സ്ത്രീകളല്ല, പൊതുവെ നമ്മുടെ രാജ്യത്ത് ക്രൈംസ് കൂടിക്കൊണ്ടേയിരിക്കും. ഞാനൊരു നിർഭയയില് വർക്ക് ചെയ്ത ഒരാളാണ്. വുമൺ സെൽഫ് ഡിഫൻസ് ടെക്നിക്കൽ ട്രെയിനിങ് കഴിഞ്ഞ ഒരാളാണ്. ഞാൻ ഒത്തിരി സ്റ്റുഡൻസിനെ കരാട്ടയിലാണോ പരിശീലനം നേടിയത്? സെൽഫ് ഡിഫൻസ് എന്ന് പറഞ്ഞിട്ട് കേരള പോലീസിൽ ഉണ്ടായിരുന്നു. അപ്പോ ഞാൻ ഇവിടെ പാലക്കാട് ഒരുപാട് സ്കൂളുകളിൽ സ്റ്റുഡൻസിനെ പഠിപ്പിക്കാനും അതിനെല്ലാം പോയിട്ടുണ്ടായിരുന്നു. അത് നമ്മളിൽ ഒരു സ്വയം രക്ഷപ്പെടാനുള്ള ഒരു മനക്കരുത്തും ഒരു ആത്മവിശ്വാസം, ഒരു കോൺഫിഡൻസ് ബിൽഡിംഗ് അല്ലേ? കോൺഫിഡൻസ് അത് നമുക്ക് സ്ത്രീകൾക്ക് കിട്ടും. സ്ത്രീകൾക്കും കുട്ടികൾക്കും നമുക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ, ഒരു അക്രമം ഉണ്ടാകുമ്പോൾ എങ്ങനെ രക്ഷപ്പെടാമെന്ന്. പക്ഷെ അതുപോലും നമ്മുടെ ഇതിന് വേണ്ടപ്പെട്ട ഡിപ്പാർട്ട്മെന്റോ അല്ലെങ്കിൽ ഭരിക്കുന്ന ഏതാണ് പാർട്ടി അവരതൊരു മുൻകൈ എടുത്ത് ഇതൊന്നും ചെയ്യുന്നില്ല. പക്ഷെ അത് നല്ലതാണ്. ഞാൻ ഒരുപാട് സ്റ്റുഡൻസിന് ഏകദേശം ഒരു 3000 എനിക്കറിയാം പാലക്കാട് ഒരുപാട് സ്കൂളുകളിൽ പെൺകുട്ടികൾക്ക് പരിശീലനം നൽകുന്നുണ്ട്. കരാട്ടെ അല്ലെങ്കിൽ അതുപോലെ സെൽഫ് ഡിഫൻസ്, തായ്ക്കൊണ്ടോ ഒക്കെ അല്ലേ? ആ കുട്ടികൾക്ക് കുറെ കൂടെ അതെ സർ, അതൊന്ന് മുൻകൈ എടുത്ത് സ്കൂളുകളിലും നമ്മുടെ അംഗനവാടി അങ്ങനെ ചെറിയ കുട്ടികളിൽ നിന്നാണ് ഇതുപോലുള്ള പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. അവർക്ക് നമുക്ക് ബോധവൽക്കരിച്ചിട്ട് പിള്ളേർക്ക് വേണ്ട ഇതുപോലുള്ള കാര്യങ്ങൾ സ്ത്രീകൾക്കും എല്ലാവർക്കും നമുക്ക് സുരക്ഷിതമായിട്ട് നടക്കണം. പുറത്തിറങ്ങി നമ്മൾക്ക് എല്ലാവർക്കും നടക്കണം. കാരണം അതിന് നമ്മുടെ സർക്കാരും വേണ്ടപ്പെട്ട ഒത്തിരി ഉണ്ട്, ഒരുപാടുണ്ട്. ഈ ബിന്ദു എങ്ങനെയാണ് ഈ മാർഷൽ ആർട്സിലേക്കൊക്കെ എത്തിച്ചേർന്നത്? അത് ചെറുപ്പത്തിൽ ഞാനൊരു നേഴ്സാണ് ആക്ച്വലി. അങ്ങനെയാണ്. പിന്നെ നമ്മുടെ ഇവിടെ ഹേമാംബിക പോലീസ് സ്റ്റേഷൻ അണ്ടറിലാണ് എന്റെ വീട്. റെയിൽവേ കോളനിയിൽ. അതെ. അപ്പൊ അവരിങ്ങനെ അറിയുന്ന ഒരാളെ വേണം ഈ സെൽഫ് ഡിഫൻസ് എന്ന് പറഞ്ഞിട്ട് അപ്പൊ പബ്ലിക്കിൽ അവരൊരു എൻക്വയറി നടത്തിയപ്പോ എന്റെ പേരാ പറഞ്ഞ്. അങ്ങനെയാണ് എനിക്ക് കിട്ടിയത്. ഏതായാലും ബിന്ദുവിനെ പോലെ ഒരു നഴ്സിംഗ് മേഖലയിൽ ആളുകൾക്ക് സഹായം നൽകുന്ന ഒരു വ്യക്തി എന്ന നിലയിലും അതേപോലെ ഈ ട്രെയിനിങ് ഒക്കെ നൽകുന്ന ഒരാൾ ഇതുപോലെ ഒരു അഭിപ്രായം മുന്നോട്ട് വച്ചിരിക്കുന്നു. എനിക്ക് തോന്നുന്നത് പല സ്കൂളുകളും ഒരുപക്ഷെ ബിന്ദുവിൻ്റെ ഈ അഭിപ്രായം കേട്ട് ഈ കുട്ടികൾക്ക് കൂടുതൽ പരിശീലനം നൽകാനും ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനും ഒക്കെയുള്ള നടപടികൾ സ്വീകരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. ഏതായാലും വളരെ നന്ദി ബിന്ദു, ഞങ്ങൾക്കൊപ്പം അഭിപ്രായം പങ്കുവയ്ക്കാൻ തയ്യാറാവുകയും വിളിക്കുകയും ചെയ്തത്. ദിനേശ് ആലപ്പുഴയിൽ നിന്ന് ചേരുന്നു. ദിനേശ്, ആലപ്പുഴയിലേക്ക് ഒരു സാഹചര്യം എന്താണ്? അവിടെ കുറെ കൂടി സ്ത്രീകൾക്ക് സംരക്ഷണമുള്ള സ്ഥലമാണോ ആലപ്പുഴ? സാറേ, ഇതിനു മുന്നേ സംസാരിച്ച നമ്മുടെ സഹോദരി പറഞ്ഞ പോലെ തന്നെ ഇന്ത്യയിൽ മൊത്തത്തിൽ ഉള്ള പ്രശ്നമാണ്. സ്ത്രീകൾക്ക് ഒരു സുരക്ഷയുമില്ലാതെ എത്ര നിർഭയന്മാരാണ് നമുക്ക് അന്വേഷിച്ച് ഇന്ത്യയിൽ ഉണ്ടായത്? എത്ര എണ്ണമാണ്? നമ്മൾ ഇവിടുത്തെ നിയമങ്ങൾ മാറ്റിയിടണം. ഇത് നമ്മൾ ചെറിയ തെറ്റ് ചെയ്താലും വലിയ തെറ്റായാലും അവരെ ഇട്ട് ജയിലുകളിലിട്ട് ഭക്ഷണം കൊടുത്ത് ഉള്ള നമ്മുടെ നികുതി പണം കൊണ്ട് അവർക്ക് വീണ്ടും ക്രിമിനൽ വാസനയിലേക്ക് പോകാനുള്ള കൂടുതൽ സുന്ദരനായി ഇങ്ങനെ നടക്കുകയാണ് നമ്മുടെ നികുതി പണം കൊണ്ടല്ലേ? ആ സാറിന് ചിന്തിച്ചു എത്രയോ ക്രിമിനലാണ് നമ്മൾ കാണുമ്പോൾ എല്ലു പോലിരിക്കുന്ന അവന്മാര് ജയിലിൽ നിന്ന് തിരിച്ച് പിന്നെ വരുമ്പോ കാണുന്നത് നമ്മൾ അജ്ഞാപനം ചെയ്യുന്ന പൈസയിൽ നിന്നുള്ള നികുതി പണം ഉപയോഗിച്ച് അവന്മാര് തീർത്ത് വരും. അപ്പൊ പെട്ടെന്ന് കുറെ കൂടെ കർശനമായി ഇവർക്ക് നല്ല ശിക്ഷ ലഭിക്കണം എന്നാണ്. എനിക്കൊരു ബന്ധങ്ങളാണ് സാറിനും കുട്ടികളും ഉണ്ടാകാം. അത് നമ്മുടെ കേൾക്കുന്ന എല്ലാവർക്കും സഹോദരന്മാർ ഇവർക്കെല്ലാം സുരക്ഷയോട് പുറത്തിറങ്ങുന്നുണ്ടെങ്കിൽ നിയമം മാറ്റി എഴുതണം. സ്ത്രീ സുരക്ഷ എന്ന് പറയുമ്പോൾ അത് കർശനമാക്കണം. വളരെ നന്ദി ദിനേശ് ആലപ്പുഴയിൽ നിന്ന് അഭിപ്രായം പങ്കുവച്ചതിന്. ഇപ്പോൾ പാലക്കാട് നിന്ന് അനൂപ്
ചേരുന്നു. അനൂപ്, ഇന്നത്തെ നമ്മുടെ പരിപാടിയിൽ ഒരുപാട് പേർ പാലക്കാട് നിന്ന് വിളിക്കുന്നുണ്ട്. സ്ത്രീ സുരക്ഷയെക്കുറിച്ച് അവിടുത്തെ ആളുകൾക്ക് നല്ല അവബോധമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും അനൂപ് പറയൂ, എന്താണ് ഈ സ്ത്രീകൾക്കെതിരെയുള്ളൊരു ആക്രമണം ഇങ്ങനെ വർദ്ധിക്കാൻ, പ്രത്യേകിച്ച് തലസ്ഥാന നഗരിയിലൊക്കെ ഇത് കൂടുതലാവാൻ കാരണം? സാർ, തലസ്ഥാന നഗരിയിൽ മാത്രമല്ല, ഇത് കേരളത്തിലെ ഉടനീളം ഇന്ത്യയിലും എല്ലാവിടെയും ഉണ്ട്. ഈ അനൂപ് പാലക്കാട് എവിടെ നിന്നാണ് വിളിക്കുന്നത്? പാലക്കാട് കൊല്ലങ്കോട് നിന്നാണ്. കൊല്ലങ്കോടാണ്. കൊല്ലങ്കോട് പക്ഷേ അങ്ങനെ സ്ത്രീകൾക്ക് നേരെ അധിക ആക്രമണം നടക്കുന്ന ഒരു സ്ഥലമായിട്ട് നമ്മൾ അല്ലേ, കുറവല്ലേ? അങ്ങനെയില്ല, എന്നാലും ഒറ്റപ്പെട്ട സംഭവങ്ങൾ അവിടെ ഉണ്ട് അല്ലേ? ഇതിന് പോലീസിന് പൂർണ്ണമായിട്ട് ഒരു പവർ കൊടുക്കുക, ഇങ്ങനെ പിടിക്കുന്ന ആൾക്കാർക്ക് നല്ല ചുട്ടപ്പെട തന്നെ കൊടുക്കുക. അതിന് ഈ മനുഷ്യാവകാശം ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല, അവരെ നമുക്ക് നിയമപരമായി തന്നെ ശിക്ഷിക്കാനുള്ള സാഹചര്യമുണ്ട്. അപ്പൊ അത് പെട്ടെന്ന് വേഗത്തിലാക്കുക എന്നുള്ളതിന് അവരെ അങ്ങ് പിടിച്ച് അടിക്കാൻ തുടങ്ങിയാൽ പിന്നെ അത് ചിലപ്പോൾ അവർ മരിച്ചു പോവുകയൊക്കെ ചെയ്താൽ പിന്നെ അത് അതിനേക്കാൾ വലിയ പ്രശ്നമാകും. അപ്പൊ അല്ല സാർ, അങ്ങനെയല്ല, അവരെ പിടിച്ച് ബിരിയാണിയും ചിക്കനും ഇതെല്ലാം കൊടുത്ത് ബിരിയാണി ഒന്നും ഇങ്ങനെ ആളുകൾക്ക് കൊടുത്തുകൂടാ, അത് ശരിയല്ല. അല്ല, ഇത് മറ്റേ ആ സിനിമയില് നിവിൻ പോളി പറയണ പോലെ ഞാൻ പള്ളിയിലെ അച്ഛനൊന്നുമല്ല, പോലീസാണ്. അങ്ങനെ ആളുകളെ അടിക്കാനൊന്നും അങ്ങനെ പറ്റില്ല. എന്നാലും നിയമപരമായി അവർക്ക് എന്താണോ നമ്മുടെ നിയമം അനുശാസിക്കുന്ന ആ ശിക്ഷ കിട്ടട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ഏതായാലും വളരെ നന്ദി പാലക്കാട് കൊല്ലങ്കോട് നിന്ന് ഞങ്ങളോടൊപ്പം ചേർന്ന് ഈ അഭിപ്രായം പങ്കുവച്ചതിന്. ഒരു ചെറിയ ഇടവേളയിലേക്ക് പൊതുവേദി നീങ്ങുന്നു. പൊതുവേദിയിലേക്ക് വീണ്ടും സ്വാഗതം. ഇപ്പോൾ സാബു നമ്മളോടൊപ്പം ചേരുന്നു. സാബു, എവിടെ നിന്നാണ് വിളിക്കുന്നത്? എവിടുന്നാ? പുതുശ്ശേരിമല. എന്ത് തോന്നുന്നു സാബു? നമുക്ക് നിരന്തരം ഇങ്ങനെ സ്ത്രീകൾക്ക് നേരെ ആക്രമണം നടക്കുന്നു. എന്താണ് ഇതിന് ഒരു കാരണമായി തോന്നുന്നത്? ഇവിടെ എന്ത് ചെയ്താലും അവരെ സംരക്ഷിക്കാൻ രാഷ്ട്രീയ പാർട്ടികളും പണത്തിന്റെ സ്വാധീനത്തിനും വഴങ്ങുന്ന ഉദ്യോഗസ്ഥർ, പോലീസ്, പാർട്ടിക്കാരും അതിന് വശംവദരാകാതിരിക്കുക. ഇവരെ ചെയ്യുന്ന കുറ്റവാളികൾ അനുസരിച്ച് എത്ര പണം കിട്ടിയാലും അത് ഏറ്റെടുത്ത് കള്ളപ്പഴുതുണ്ടാക്കി പ്രതികളെ രക്ഷിക്കാതിരിക്കുക. ഇവിടുത്തെ നിയമം ശക്തമാകണം. കുറ്റവാളികൾ കേട്ട് ഞെട്ടണം ശിക്ഷ കേട്ടാൽ. അതുപോലത്തെ ശിക്ഷകൾ ഉണ്ടാകണം. ഇവരെയൊക്കെ സംരക്ഷിക്കാൻ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളും പണത്തിന്റെ സ്വാധീനമൊക്കെ നമ്മുടെ സർക്കാരിന്റെ ശമ്പളം, ജനങ്ങളുടെ നികുതി കൈപ്പറ്റിക്കൊണ്ട് നിൽക്കുന്ന ഉദ്യോഗസ്ഥർ, പോലീസുകാരൊക്കെ ഇതിന് കൂട്ടുനിൽക്കുന്നുണ്ട്. ഇവർക്ക് എന്ത് ചെയ്താലും കുഴപ്പമില്ല, നമുക്ക് ആളുണ്ട്, അല്ലെങ്കിൽ നമുക്ക് പറ്റിയ വക്കീലുണ്ട്, അല്ലെങ്കിൽ നമുക്ക് അവരെ കണ്ടാൽ മതി. എന്നിട്ട് ഈ മാനഹാനി ഉണ്ടാകുന്നവർക്കും കുഴപ്പം ഉണ്ടാകുന്നവർക്കും ഒക്കെ അവർക്ക് എന്ത് സംഭവിച്ചാലും വേണ്ടില്ല എന്ന് കണ്ണടച്ച് പിടിച്ചുകൊണ്ട് ഇതുപോലത്തെ ഈ അവരെന്ത് ഭാഷയാ പറയുന്നത് കാണിക്കുന്ന ആൾക്കാരെ രക്ഷിക്കാൻ പാടില്ല. വളരെ നന്ദി സാബു ഞങ്ങളോടൊപ്പം ഈ അഭിപ്രായം പങ്കുവച്ചതിന്. പാലക്കാട് നിന്ന് സുദർശൻ ചേരുന്നു. സുദർശൻ, എന്താണ് സുദർശന് പറയാനുള്ളത്? നിയമം കുറെ കൂടെ കർശനമാകണം എന്ന് തന്നെയാണോ? ഇതില് ഒരു പ്രധാനമായിട്ട് ഒരു രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്ന് വന്നിട്ട് നമ്മളുടെ പ്രതികരണ ശേഷി, ഒരു അനീതി അക്രമം കണ്ടിട്ടും അവിടെ തലകുനിച്ചു പോകുന്ന ഒരു തീവ്രമായ, അല്ലെങ്കിൽ സ്ത്രീകളെ മാത്രമല്ല ഏതൊരു അനീതി കണ്ടാലും അടിച്ചു നിൽക്കുന്ന പ്രതികരണശേഷി ചണ്ഡീകരിക്കപ്പെട്ട ഒരു വിഭാഗം ജനങ്ങളും, പിന്നീട് പറയുന്നത് നമ്മളുടെ കാലഹരണപ്പെട്ട നിയമം, തീർത്തും ചീഞ്ഞളിഞ്ഞുപോയ ഒരു നിയമം. ഒരു ഉദാഹരണത്തിന് നമ്മളുടെ ഗോവിന്ദചാമിനെ എടുക്കാം. ഈ ഗോവിന്ദചാമിയെ കൊണ്ടുപോയിട്ട് സൗദി അറേബ്യയിൽ കൊണ്ടുപോയി വിട്ടുകഴിഞ്ഞാല് സൗദി അറേബ്യയിലുള്ള ആളുകൾ കൂടുതൽ മാന്യനായിട്ട് ഇയാൾ അവിടെ നടക്കുന്നതാണ്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാവുന്നത് സ്ത്രീ സുരക്ഷയിൽ ഏറ്റവും വലിയൊരു പ്രശ്നം ശിക്ഷിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. ഏറ്റവും വലിയ നല്ല ശിക്ഷ, കൃത്യമായ ശിക്ഷ ഉറപ്പാക്കിയാൽ ഈ പ്രശ്നം വലിയ തോതിൽ പരിഹരിക്കാൻ കഴിയും. നമ്മുടെ രാജ്യം വളരെ സുരക്ഷിതമായിട്ടുള്ള ഒരു രാജ്യമാണ്. യുദ്ധങ്ങളില്ല, മറ്റ് സമാധാനാന്തരീക്ഷം എല്ലാം ഉണ്ട്. പക്ഷെ രാജ്യത്തിനകത്ത് ഈ ആഭ്യന്തര നിയമത്തിന്റെ അപര്യാപ്തത എന്ന് പറയുന്നത്, കാരണം 70-75 വർഷങ്ങളായി കാലഹരണപ്പെട്ടിട്ട് ഇപ്പൊ നമ്മുടെ നരേന്ദ്രമോദിയൊക്കെ നിയമങ്ങളെല്ലാം. വളരെ നന്ദി സുദർശൻ പാലക്കാട് നിന്ന്. മറ്റൊരു കോളർ ഇപ്പോൾ നമുക്കൊപ്പം ചേർന്നിട്ടുണ്ട്. സുരേന്ദ്രൻ തൃശ്ശൂരിൽ നിന്ന് വിളിക്കുന്നു. സുരേന്ദ്രൻ, ഈ സ്ത്രീകൾക്ക് നേരെയുള്ള ആക്രമണം എല്ലാ ഘട്ടത്തിലും വാർത്തകളിൽ ഇങ്ങനെ നിറയുന്നു, പക്ഷേ എന്നിട്ടും ഇത് കുറയുന്നില്ല. എന്തുകൊണ്ടായിരിക്കാം? ഒന്നാമതായിട്ട് പറയാനുള്ളത് ശിക്ഷയുടെ തന്നെയാണ്. ഇപ്പൊ നേരത്തെ പ്രേക്ഷകൻ പറഞ്ഞു, ഗോവിന്ദസ്വാമിയുടെ കേസ് പറഞ്ഞു. ഞാൻ ആദ്യം ഈ ഗോവിന്ദസ്വാമിയെ കോടതി കൊണ്ടുപോയിരുന്ന ആ കാലത്ത് കൊണ്ടുപോയിരുന്നതാണ്. അപ്പൊ ഈ സുപ്രീം കോടതി കണ്ടെത്തി എന്താണെന്നറിയോ? ഈ പ്രതിക്ക് പ്രോസിക്യൂഷന്റെ ഒരു സാക്ഷി പറഞ്ഞു,
ട്രെയിനിൽ നിന്ന് ഇവർ ചാടിയതാണെന്നും അങ്ങനെ ഒരു ആ ക്ലോസ് വെച്ചിട്ടാണ് ആ ഗോവിന്ദസ്വാമി ഇന്ന് ജീവിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വധശിക്ഷ കിട്ടണ്ടായിരുന്നു എന്നും. അപ്പൊ അതേമാതിരി ശിക്ഷ നടപ്പിലാക്കാനായിട്ട് ശിക്ഷ വിധിക്കേണ്ടത് പോലീസല്ല, ശിക്ഷ വിധിക്കേണ്ടത് കോടതിയാണ്. കോടതികളിൽ നിന്ന് ഇവർക്ക് ശിക്ഷ കിട്ടുന്നത് എങ്ങനെയാണെന്ന് അറിയൂ. പോലീസിനെ പിടിച്ച് കോടതിയിൽ ഏൽപ്പിക്കാനേ പറ്റുള്ളൂ. പിന്നെ നേരത്തെ ഒരു മേഡം പാലക്കാട് എന്ന് പറഞ്ഞു, നമ്മുടെ സെൽഫ് ഡിഫൻസ് കേരള പോലീസിന്റെ എല്ലാ സ്ഥലങ്ങളിലും നടത്തുന്നുണ്ട്. പക്ഷെ സ്കൂളുകളിലും റെസിഡൻഷ്യൽ അസോസിയേഷനുകളിലും ഒക്കെ ആയിട്ട് കണ്ടമാനം ക്ലാസ്സുകൾ നടത്തുന്നുണ്ട്. അതിന്റെ ഒന്നും അത് എത്രമാത്രം ഗൗരവത്തില് അവര് ക്ലാസ് അറ്റൻഡ് ചെയ്യണ്ടോ എന്നുള്ളത് സംശയമാണ്. കാരണം അങ്ങനെ രക്ഷപ്പെട്ടതായിട്ട് പല സ്ഥലത്തും വളരെ കർശനമായ നടപടി ഈ വിഷയത്തിൽ സർക്കാരും അതുപോലെ ബന്ധപ്പെട്ട സംവിധാനങ്ങളും സ്വീകരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സ്ത്രീ സുരക്ഷ നമ്മളെ സംബന്ധിച്ചിടത്തോളം മുന്തിയ പരിഗണന അർഹിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു. നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.